ഹലോ, ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സാധനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതും ഇത്രയും വേസ്റ്റ് തുണികൾ വെച്ചിട്ട് പല നിറത്തിലും പല ഡിസൈനിലുള്ള വേസ്റ്റ് തുണികൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോണത്. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്, കണ്ടു നോക്കി. അത്രയും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം അതിന് നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ടൈപ്പ് തുണിയാണ് വേണ്ടത്. നീളവും വീതിയൊക്കെ നിങ്ങൾ ഇതിന് അനുസരിച്ചിട്ടുള്ള നീളവും വീതിയും നിങ്ങൾ എടുക്കുക. ഞാനിത് അത്രയും വീതിയും അതേപോലെ അത്രയും നീളമുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ആവശ്യത്തിനുള്ള അത്ര നീളവും വീതിയിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ളത് നമുക്ക് എത്രയാണോ വേണ്ടത്, നീളത്തിലോ റൗണ്ടിലോ ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ അത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതേപോലെ തുണികളിങ്ങനെ അടിച്ച് കൊടുക്കണം. അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ വെച്ച് കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഏത് തുണിയും പറ്റും. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് വലുതാക്കി കൊടുക്കരുത്, ചെറുതാക്കി കൊടുക്കുക. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നോ ഇതേപോലെ ഓരോ തയ്യലിട്ടാണ്ടേക്കാരം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തയ്യൽ വെച്ചിട്ട് കൊടുക്കാം. സ്റ്റിച്ചിങ് ചെറുതാക്കി കൊടുത്താൽ നമുക്ക് ഒറ്റ തയ്യലിൽ തന്നെ നല്ല ഉറപ്പിൽ ഉരിയൊന്നും വരാത്ത വിധത്തിൽ എല്ലാം ചെയ്ത് കൊടുക്കുക. നല്ല വശം ആദ്യം ഇതേപോലെ ഒരു കഷ്ണം നല്ല വശത്തേക്ക് ആക്കിയിട്ട് തയ്ച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ നല്ല വശമായിട്ട് ചേരുന്ന വിധത്തിൽ തയ്ച്ചെടുക്കുക. ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഉണ്ടോ നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ തയ്ച്ചെടുക്കണം. അത് ഒരു കളറിൽ തന്നെ ചെയ്യരുത്, പല കളർ ഇങ്ങനെ വ്യത്യാസപ്പെടുക. ഇതേപോലെ കണ്ടോ, ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗമേ തയ്ച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, പല കളറുകൾ ചേരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. അത് ഡിസൈൻ ഉള്ളതും കളറായിട്ടുള്ളത് ഏകദേശം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ചെറിയ ചെറിയ തുണി കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും വേസ്റ്റ് വരുന്ന തുണികളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കത്തിച്ച് കളയും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും അല്ലേ. ഒട്ടുമിക്ക ആൾക്കാർ ഇത് എവിടെയെങ്കിലും ഒരു മൂലയിൽ കൂട്ടി വെക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ഉപകാരം ആവുന്നൊരു ഇതാവും. നമുക്ക് ടേബിളിൻ്റെ മുകളിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ചവിട്ടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല. ഏത് പിള്ളേർക്കാണെങ്കിലും ഏത് തയ്യൽ ചവിട്ടാൻ അറിയുന്ന ഒരാളാണോ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കളറ് ഇതാക്കലും പിന്നെ ഓരോ ഡിസൈൻ കൊടുക്കലും അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഡിസൈനിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അത്ര മെനക്കെട്ട പണിയൊന്നുമല്ല. ഉള്ള ഒഴിവിനനുസരിച്ച് കുറേശ്ശെ നമുക്ക് ചെയ്ത് നല്ലൊരു വരുമാനം ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന വിധത്തിൽ തയ്ച്ച് കണ്ടോ, തയ്ച്ചെല്ലാം നല്ല രീതിയിലായി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. എന്താ ഇപ്പം ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഇനി ഇത്രയും ഭാഗം മാത്രമേ ഇത് തയ്ക്കാനായിട്ടുള്ളൂ. അല്ലാത്ത ഭാഗം തന്നെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. പല കളറിലുള്ളതും പല ഡിസൈനും കൂടെ ആവുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത് പുറകുവശം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ്റ് എല്ലാ വശം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാൻ ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അതെല്ലാം ഒന്ന് വെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മളതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ട. ഇനി ഇതിന് നമുക്കൊരു ബോർഡർ വെച്ച് കൊടുക്കണം. അതൊരു പൈപ്പിങ് പോലെ എന്തെങ്കിലും ഒരു കഷ്ണം തുണി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ വെച്ച് കണ്ട അടിപൊളി ആയി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, കണ്ട സൂപ്പറല്ലേ. ഇതേപോലെ സൂപ്പർ കളറുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെറിയൊരു ഇതാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ
കഴിയണവർ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.